എങ്ങനെ തുടങ്ങുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും മനസ്സ് ആഗ്രഹിച്ചു തുടങ്ങിയ ആ നാളുകൾ. നീ ഫോട്ടോസും ഫേസ്ബുക്കിട്ട് ലൈക്കും നോക്കിയിരുന്നു. ഉള്ള നേരത്തെ നല്ലൊരു സെറ്റാക്കി സീൻ ടർബോ ആക്കണ്ടേന്. നമ്മളെ സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മളെ സ്നേഹിക്കുന്നില്ലടാ കാര്യം. നിനക്കും വന്ന പോടാ, ഞാനൊരു കാര്യം പറഞ്ഞത്. ടൈം ആവട്ടെ കളയാ, എനിക്കുള്ളവള് വരും. അന്ന് ആ കടൽക്കരയിൽ ദൂരെ നിന്ന് നിന്നെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ നിന്റെ കണ്ണിലെ തീക്ഷ്ണത എന്നെ ആകർഷിച്ചു. ഇന്ന് ഞാൻ നിന്നിൽ എന്നെ കണ്ടു. കണ്ട നിമിഷം തന്നെ സ്വന്തമാക്കാൻ ഏറെ കൊതിച്ചു. ഒന്ന് നോക്കിയിരുന്നെങ്കിൽ. പക്ഷേ എല്ലാത്തിനും പടച്ചോൻ സമയം കരുതി വെച്ചിട്ടുണ്ടല്ലോ. എങ്കിലും ഞാൻ ഉറപ്പിച്ചു, എനിക്ക് നീ മതി. പടച്ചോന്റെ തീരുമാനത്തിൽ നീ എനിക്കാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ കണ്ടിരിക്കും. അവൻ പറഞ്ഞ ടൈം ആയോ ബഡി? ഹലോ ബഡി, നിന്റെ പീസിന്റെ വണ്ടി പഞ്ചായത്ത് റോഡിൽ കിടപ്പുണ്ട്. എവിടെ? വൈപ്പിനാ? കേരള വൈപ്പിനാ? എങ്കിൽ പോണ വഴിക്ക് ജെട്ടിന്ന് 2 ജെട്ടിയും വാങ്ങും. ആദ്യമായിട്ടായതുകൊണ്ട് ധൈര്യം സ്വല്പം കുറവായിരുന്നു. എങ്കിലും അതിലേറെ ആഗ്രഹവും ആവേശവും മനസ്സിലുണ്ട്. അത് മതിയായിരുന്നു എനിക്ക് നിന്റെ അടുത്തേക്ക് വരാം. പിന്നെ വിചാരിച്ചതുപോലെ 2 ദിവസത്തിനുള്ളിൽ തന്നെ പഠിച്ചോൺ നിന്നെ എന്റെ മുൻപിൽ എത്തിച്ചും തന്നു. ഞാൻ സ്വയം മറന്നു തുടങ്ങിയിരുന്നു. ബഡി, പഞ്ചർ നമുക്ക് ഡോണി കൊടുക്കാം. അത് മതി. അതാകുമ്പോ അവന് ട്രാഫിക് വരുമ്പോ കുറച്ച് ടൈം എടുക്കും. പറയാൻ പിന്നെ വേറെ ആ ടൈമിൽ നമുക്കവിടെ നൈസായിട്ട് സെറ്റാക്കാം. അതെ. ദേ അവിടെ ഒരുത്തിന് ഒട്ടിക്കുന്നുണ്ടാ? അതവള് കണ്ടില്ലേ, നിനക്കാളും ഒട്ടിക്കാം. ഓ, എന്താ പഞ്ചറായ? അല്ല, ഹെൽപ്പ് വേണോ? നമ്മുടെ ഒരു മച്ചനുണ്ട്, വിളിച്ചാൽ സ്പോട്ട് വന്ന് റെഡിയാക്കി തരും. എന്നാ ഒന്ന് വിളിക്കാമോ? ഹലോ, എവിടാണ് പടി? മച്ചാനെ, ഞാൻ ഒരു പണിയില്ല, ഇപ്പൊ ഇറങ്ങും. വീണ്ടും താമസം? എന്താണ് പടി? വണ്ടി വീണ്ടും ഇടങ്ങേറാക്കിയ? പണി കഴിഞ്ഞ് നീങ്ങി വാ. എന്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടി പഞ്ചറായി. എന്റെ ഇവിടുത്തെ പണി കഴിഞ്ഞു മച്ചാനെ. എണീക്കോ മച്ചാനെ, നീ എവിടെയാണ്? ആഹാ ബിലു, ഹായ്. ഇപ്പൊ വരാമേ. റോഡിൽ എത്ര പട്ടികളെ വണ്ടിടിച്ചാവുന്നു. അടിയാളിയാ ബഡി. ഞാനിത് ഒട്ടിക്കുമ്പോഴേക്കും അയ്യോ ഒരു കുരിശുണ്ട്, ഒരു ബ്ലേഡ് മറക്കി. ഇത് അവിടെ എത്തിക്കണം, എന്റെ വർക്ക്ഷോപ്പിൽ കാണും. അങ്ങനെ എഴുത്തിനൊഴിവായി. വേഗം പോയിട്ട് വാ. എക്സ്ക്യൂസ് മീ, ഒന്നും മാറിയായിരുന്നു, കൊട്ടിക്കായിരുന്നു. ബഡി ഇങ്ങ് വന്നേ, ഈ ചരിഞ്ഞിരിക്കുന്നു, ഇതൊന്ന് ആടുന്നു. ബഡി, ഇത് പിടിക്കാൻ വേഗം ഞാനങ്ങ് പോവാ. വണ്ടി വെള്ളത്തിലെങ്കിലും വണ്ടി ഇരിക്കുന്നത് പെണ്ണും വെള്ളം. എന്നെ പിടിച്ചേക്ക. പണി പാളിടാ. എന്റെ പണി പാടൂല. ഐ എം ക്ലിയർ മാൻ. 5 minutes. ഇപ്പൊ കണ്ടോ? ഓ മൈ ടൂൾസ് കിറ്റ് എവിടെ? മച്ചനെ എന്ത് പിടിച്ചേ? എന്റെ പേര് ബിലാൽ, ഇയാളുടെ പേര് റോസിൻ. തന്റെയോ? നിവേദ. വണ്ടി റെഡി. എത്രേ? Yo, buddy, my friend. No cash. Okay?
അവന്റെ വായിച്ചോളാം. ഓ സോറി, മൈ കാച്ചിഫ്. പണി പാളി. ശരിയാ, നൈസായിട്ട് പാളി. ഒരു താങ്ക്സ് പോലും പറയാതെ പോയതിൽ ആദ്യം എനിക്കൊരു അത്ഭുതം തോന്നി. അല്ലെങ്കിലും നമുക്കിടയിൽ ഇതിന് ഫോർമാലിറ്റീസ് വേണ്ട എന്ന് തന്നെയാണ് എന്റെയും താല്പര്യം. വീണ്ടും കാണണം, സംസാരിക്കണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു. എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് എന്നറിയാതെ നിൽക്കുമ്പോഴായിരുന്നു അന്ന്. ഇതെന്റെ മാമൻ്റെ വണ്ടിയല്ലേ? ഓ, ഇത് അവളെ കാണിക്കാൻ വേണ്ടിയാവും അല്ലേ? അല്ല മോനെ, പഞ്ചർ ഒട്ടിച്ചടക്കണം നിന്നോടൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം. പിന്നെ നീ എന്റെ പെണ്ണെന്ന് പറഞ്ഞവള്. അവൾക്കറിയാം ഇതെന്റെ മാമാന്റെ വണ്ടിയാണെന്ന്. ഓള് നോക്കിയപ്പം മാമാന്നാണല്ലോ ആള് ചെറുപ്പ. അവളിപ്പോ എന്റെ മാമയാവാൻ നടക്കുക. ബഡി, ഫേസ്ബുക്കിൽ റോസിലിന്നൊരു പ്രൊഫൈൽ കണ്ട്. പ്രൊഫൈൽ പിക്കില്ല, എനിക്കിത് അവളുടെയാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയ ദിവസം മുഴുവരുന്നു ഒരു 100 റോസിനെ കണ്ടു. ഇത് അവിടെ ഒന്നും ആവില്ല. ദേ ലാസ്റ്റ് പോസ്റ്റ് ഉണ്ടാ, ഫ്രണ്ട്സിന്റെ കൂടെ ഫോട്ടോച്ചിക്ക് പോണെന്ന്. നമുക്ക് പോയി നോക്കിയാലോ? പറ്റുമെങ്കിൽ നീ നമ്പരും കൊടു. ബഡി, അവളെ നമ്പർ വാങ്ങൂ. എന്താടാ വല്ല ഡൗട്ട് ഉണ്ടാ? കാണിച്ചിട്ടാ വണ്ടി പാടത്തറ ഫോട്ടോ വെച്ചു. കണ്ടുമടുത്ത സിനിമാ ക്ലീശ പോലെ ആരോ നിന്നെ ദേഹത്ത് മുട്ടുവാനും ബാഗ് താഴെ വീഴുവാനും, ആകെ മൊത്തം ഒരു പ്രിയദർശൻ ടച്ച്. എന്താടാ എന്താടാ പന്നി, നീ ഒന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബഡി, പണി പാളിട്ടാ. നീ ആരാ? കൈയെടു സൈമ. കൈയെടു സൈമ. നീ കൊച്ചിന്ന് ആളുകളിറക്കി എന്നെ തല്ലി. അതാരായിരുന്നു എന്ന് എനിക്കറിയില്ല, അറിയാനോ ആഗ്രഹമില്ല. നിന്നെ മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് എന്റെ ആഗ്രഹം. ബഡി, പണി പാളി. ശരിയാടാ. ബിലു, ദേ അവളുടെ സ്കൂട്ടി. അവളിവിടെ എവിടെയോ ഉണ്ട്. ആടാ അവള്. നിന്നെ തേടി നടന്ന നാളുകളിൽ നിന്നെ കണ്ടില്ല. ഒടുവിൽ കണ്ടതോ തികച്ചും യാദൃശ്ചികം. ഒരു നമ്പർ ഉണ്ട്. May I? Yes. ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചിന് സോറി. ഇന്നലെ അവൻ അങ്ങനെ പെരുമാറുന്ന് ഞാനും കരുതിയില്ല. സോറി ചോദിക്കേണ്ടത് ഞാനാ. പറ വാപ്പ. ഉമ്മയോട് പറയാണോ? വാപ്പായ്ക്ക് വിളിച്ചൂടെ? വിളിച്ചപ്പോ ബിസി ആയിരുന്നു. ശരി, ഞാൻ പറയാം. ബൈ. ദുബായിന്ന് വാപ്പായ നാളെ വരുന്നു. എന്താ വേണ്ടെന്ന് ഉമ്മയോട് പെട്ടെന്ന് വിളിച്ചു പറയാം. ഈ വാപ്പാന്റെ ഒരു കാര്യം. ഷോ, ബാലൻസ് ഇല്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഉമ്മിനെ വിളിക്കാൻ ഫോണും തരുമോ? ഫോൺ
ഫോൺ ബിസിയാണ്. പിന്നെ ട്രൈ ചെയ്യും. ഇയാളുടെ നമ്പർ കൊള്ളാം. ബിലാലിന് സേവ് ചെയ്യാല്ലേ? കലങ്ങിയില്ല. ഈ പിന്നെയും പിന്നെയും പണി എനിക്ക് മാത്രം കിട്ടുന്നേ. ആ ഉമ്മച്ചി വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ പിന്നെ നാളെ വരുന്നാ പറഞ്ഞു. വിളിക്കുവാൻ നമ്പർ കിട്ടി, എന്നിട്ടും വിളിക്കുവാനൊരു മടി. കാത്തിരിപ്പിനും ഒരു സുഖം. കാലം എത്ര മാറിയാലും പ്രണയം എന്നും ഭയങ്കര തന്നെയാണ്. അതിന് ഇമെയിലെന്നോ കത്തെന്നോ നീയോ ഞാനോ എന്നില്ല, നമ്മൾ എന്നേ ഉള്ളൂ. അതായിരിക്കാം ഇന്നും പ്രണയം തുറന്നു പറയാൻ എനിക്ക് ഈ കത്തിന്റെ ആവശ്യം വന്നത്. ഇന്ന് മറുപടിക്കായി ഞാൻ കാത്തിരിക്കും. ബാലൻസും ഇല്ല. അല്ലെങ്കിലും ഇപ്പൊ വിളിക്കണ്ട, നാളെ കാണുമ്പോ അതല്ലേ ഒരു സുഖം. ഹായ്. ഹായ്. റോസിനെ നോക്കുവാണോ? ഏയ് അല്ല. എന്നോട് കള്ളം പറയണോ? താനിക്കിതെന്താടോ? ഞാൻ കാണുന്നതല്ലേ. പലപ്പോഴും ബിലാൽ റോസിനെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബിലു റോസിനെ നോക്കുന്നത് മുതൽ ഞാൻ കാണുന്നതാ. ഒരു പക്ഷേ ബിലാലിനെ ശ്രദ്ധിച്ചു കാണില്ല. ഞാൻ ഇയാളെ മുൻപേ അറിയാം. ബില്ലുന്റെ അനേകം ഫോളോവേഴ്സിൽ ഒരാൾ, അങ്ങനെയും പറയാം. പല മുഖം മറന്നാലും ഈ മുഖം മറക്കില്ല. കാരണം തന്റെ ചിത്രം മനസ്സിൽ മായാതെ പതിഞ്ഞിരുന്നു. പക്ഷെ റോസിനെ നോക്കുന്ന നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി ബിലാലിന്റെ മനസ്സിൽ റോസിനോടൊരു സ്നേഹം. പക്ഷെ അതുമായിരിക്കാം എന്റെ മനസ്സിൽ ബിലാലിന്റെ സ്നേഹത്തിനെ കുറിച്ച്. റോസിന്റെ ബോയ്ഫ്രണ്ട് പ്രശ്നമുണ്ടാക്കിയപ്പോൾ അതുപോലും ശ്രദ്ധിക്കാതെ ബിലാൽ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത സ്നേഹത്തിനായി നിൽക്കുന്നത് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ ബിലാലിനോടുള്ള ബഹുമാനം ഉയർത്തി. ഇനിയും പറയാതിരുന്നാൽ ശരിയാകണമെന്ന് തോന്നി. ഒരു പക്ഷെ ഞാൻ എന്നോട് ചെയ്യുന്നത് ഏറ്റവും വലിയ ചതിയായിരിക്കും അത്. അതുകൊണ്ടാണ് നമ്പർ കിട്ടിയ ഉടനെ ഞാൻ മെസ്സേജ് ചെയ്തത്. ഞാൻ ബിലാലിന്റെ സ്നേഹത്തിനായി റോസിനെ ചതിക്കുന്നതായി ഒരിക്കലും കരുതരുത്. കാരണം അവൾ ഒരിക്കലും ബിലാലിനെ സ്വീകരിക്കില്ല എന്ന് എനിക്കറിയാം. അവളുടെ ഈ അഫയർ വീട്ടിൽ അറിഞ്ഞുകൊണ്ടാണ്. പിന്നെ റോസിനെ സ്നേഹിച്ച പോലെ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ബിലാലിനെ. എന്താ നോക്കുന്നേ? May I know you? ഏയ് ഇല്ല. ഇനി കത്തിന്റെ ആവശ്യം എന്താ? അല്ലെങ്കിലും നമ്മൾ സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ സ്നേഹിക്കുന്നില്ലല്ലേ കാര്യം. അല്ല വരുന്നില്ലേ? പഠിച്ചോനെ, നിങ്ങളൊരു സംഭവം.